മതസ്പർദ്ധ പ്രചരിപ്പിച്ച കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരങ്ങൾ നൽകിയ നടപടിയിൽ പ്രതിഷേധം ശക്തം. കേരള സ്റ്റോറിക്കുള്ള അവാർഡ് അവഹേളനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം മറ്റു പുരസ്കാരങ്ങളുടെ മൂല്യം തന്നെ കുറയ്ക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നിറഞ്ഞ ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകുന്നത് അങ്ങേയറ്റം ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റോറിക്കുള്ള ദേശീയ അവാർഡ് കേരളത്തെ അപമാനിച്ചതിനുള്ള സംഘപരിവാറിന്റെ കൂലിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ഷമ്മി പ്രഭാകർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷമ്മി, വ്യാപകമായ പ്രതിഷേധം അത് സ്വാഭാവികമാണ്. സംഘപരിവാറിന്റെ പ്രൊപ്പഗാൻഡ മാത്രം പറയാൻ വേണ്ടി നിർമ്മിച്ച ഒരു ചിത്രത്തിനാണ് ഈ നിലയിൽ മികച്ച സംവിധായകൻ അടക്കം ഛായാഗ്രഹനുള്ള പുരസ്കാരവുമുണ്ട്. അപ്പോൾ അത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറച്ചധികം നാളുകളായി കാവ്യവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണല്ലേ? അസിത, ഇത് സംഘപരിവാറിൻ്റെ ഒരു കൃത്യമായ ഒരു അജണ്ടയാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് രീതിയിൽ നിൽക്കുന്നുവോ ആ രീതിയിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത്. അല്ലാതെ ഇതിനെ ഒരു സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഡോക്യുമെൻ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന, മനുഷ്യർ തമ്മിൽ പരസ്പരം ഭിന്നത വളർത്തുന്ന, വിഭാഗീയത വളർത്തുന്ന, കള്ളത്തരങ്ങൾ മാത്രം വെച്ചുണ്ടാക്കിയ കുറച്ച് ഷോർട്സ് എടുത്ത് അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു സിനിമയാക്കി നാട്ടുകാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അതിലെ ആ വർഗീയ വിഷം ഉള്ളതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപറ്റം ആൾക്കാർ മുന്നോട്ട് വന്നു. ആ സിനിമയ്ക്കാണ് ഇപ്പോൾ മികച്ച സംവിധായകനും അതുപോലെ തന്നെ മികച്ച ഛായാഗ്രാഹകനുമുള്ള അവാർഡ് നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായ അവസ്ഥ. അതിനെക്കുറിച്ച് വളരെ ശക്തമായ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ളവരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെ അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചലച്ചിത്രത്തെ ആയുധമാക്കി മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട നമുക്കറിയാം. ഈ ഒരു സിനിമ മാത്രമല്ല, എത്രയോ സിനിമകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയിരിക്കുന്നു. അവരുടെ ഒരു അജണ്ട, പ്രൊപ്പഗണ്ട സിനിമകൾ തന്നെയാണ് ഈ വരുന്നതെല്ലാം. ആ കൂട്ടത്തിൽ പെടുന്ന ഏറ്റവും വംശീയ വിദ്വേഷം പുലർത്തുന്ന ഈ സിനിമയ്ക്ക്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഉള്ള ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ മതമാറ്റി കൊണ്ടുപോകുന്നു എന്നൊരു കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് ആ സിനിമയിലൂടെ. വടക്കേ ഇന്ത്യയിലൊക്കെ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് പേർ കേരളത്തിനെതിരായിട്ടുള്ള വലിയ വലിയ സാമൂഹിക അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞ കണക്കുകളടക്കം കള്ളത്തരമാണെന്ന് പിന്നീട് സ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അതിന് നൽകിയിട്ടുള്ള ഒരു വലിയ ഒരു സംഭാവനയാണ് ആ ഒരു അവാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ വി ശിവൻകുട്ടി, പി രാജീവ് ഒക്കെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ അവാർഡുകളെ വിമർശിച്ചിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ അജണ്ട തുറന്നു കാട്ടിയിരിക്കുകയാണ്. അസിത, ശരി, ഷമ്മി പ്രഭാകറാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുകയാണ്. സംഘപരിവാർ നിർമ്മിച്ച കേരള വിരുദ്ധ ചിത്രത്തിന് ഈ നിലയുടെ സംസ്ഥാനത്തെ അപകീർത്തികരമായി അവതരിപ്പിച്ചൊരു ചിത്രത്തിന് ഇങ്ങനെ ഒരു ദേശീയ പുരസ്കാരം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. വിവരങ്ങൾ നൽകിയത് ഷമ്മി പ്രഭാകറാണ്.